ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 1 പോട്ട് ചിക്കൻ റൈസ് റെസിപ്പി പരിചയപ്പെടാം. ഇത് റെഡിയാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഈ വലുപ്പത്തിലുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 5-8 അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു 2 ക്യൂബ് വെജിറ്റബിൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ സ്റ്റോക്കിന് പകരം നമ്മളെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഈ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൈസ് റെഡിയാക്കിയെടുക്കുന്നത് ഈ ഒരു പാനിലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 4 മീഡിയം സൈസുള്ള സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിങ്ങായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സബോളൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഓയിലിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മസാല ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 കറുകപ്പട്ട, ഒരു 2 കറുകയുടെ ഇല, ഒരു 3 കറിയാമ്പൂ, ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഓയിലേക്ക് ചേർത്തായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂപ്പായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം തീ ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിലാക്കിങ്ങായിട്ട് ഇതൊന്ന് അടച്ചു മൂടിങ്ങായിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നങ്ങായിട്ട് ഇളക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ മസാല അടി പിടിക്കും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയിൽ 1-2 പ്രാവശ്യം തുറന്നങ്ങായിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല തയ്യാറാക്കുന്ന വീഡിയോ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ല ഇനി നമ്മളെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. മസാലകളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്തായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 600 ഗ്രാം ബസ്മതി റൈസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തങ്ങായിട്ട് ഒരു 1-2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് തന്നെ അരി ഒന്നും പൊട്ടാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അരി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റൈസ് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള ഒരു 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. കട്ട് ചെയ്യൊന്നും വേണ്ട, അതേപടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു മൂടിങ്ങായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങായിട്ടൊരു അരമണിക്കൂറോളം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വല്ല പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഈ ഹോളും ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. പിന്നെ ഒരു അരമണിക്കൂർ ആയാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നാൽ മതി. അപ്പോൾ ആ ഒരു ആവിയിലിരുന്നിട്ട് റൈസൊക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് കുക്കായിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല വിട്ട് നല്ല കറക്റ്റ് പാകത്തിന് തന്നെയാണ് റൈസൊക്കെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. നമുക്കൊരു സ്പെഷ്യലൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്